എത്ര ഡോക്ടറിനെ കണ്ടു, ഓയിൻമെന്റ് തേച്ച് മടുത്തു, ചൊറിഞ്ഞു മടുത്തു. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. വെറും 2 ചിരട്ട കൊണ്ട് അടിപൊളി ഐഡിയ ആണ്. വട്ടച്ചൊറി അല്ലെങ്കിൽ പുഴുക്കടി അല്ലെങ്കിൽ റിംഗ് വേം ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്, അസുഖമാണ്. ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതിനെതിരെയുള്ള മാർഗം നമുക്ക് നോക്കാം. റിംഗ് വേം ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതേതെങ്കിലും വിരകൾ വരുത്തുന്ന അസുഖമാണെന്ന്. അങ്ങനെയല്ല, ഇത് ഫംഗൽ ഡിസീസാണ്, ഫംഗസുകളാണ് വരുത്തുന്നത്. ട്രൈക്കോഫൈറ്റോൺ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ എന്നീ പറയുന്ന ഫംഗസുകളാണ് ഇത് വരുത്തുന്നത്. ഇതൊരു തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു അസുഖമാണ്. തൊലിപ്പുറത്ത് വട്ടത്തിൽ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാകുകയും അതേപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലുമായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ ചൊറിഞ്ഞ് നമ്മുടെ ഊപ്പാട് തീരുകയും ചൊറിഞ്ഞ് മുറിവ് ഉണ്ടാകുകയും ചെയ്യും. ഈ സമയത്ത് ഈ ഫംഗസുകൾ നഖത്തിൽ ആക്രമിക്കുകയും അതേപോലെ തന്നെ നഖത്തിൽ കീറലുകൾ ഉണ്ടാക്കുകയും ഭയങ്കര ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. എന്നും കുളിക്കാത്തവരിലും അതേപോലെ തന്നെ കഴുകാറ് വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും ഈ അസുഖം കൂടുതലായിട്ട് കാണപ്പെട്ടേക്കാം. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. തൊലിയും അതേപോലെ നഖവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഡെയിലി കുളിക്കുക. വസ്ത്രങ്ങൾ നന്നായിട്ട് കഴുകുക. മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്നവർ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിനു ശേഷം മാത്രം ഭക്ഷണം ഭക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ അസുഖം മൃഗങ്ങളിലും കാണപ്പെടുന്നതാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യുന്ന ഒരു അസുഖമാണിത്. അസുഖം ബാധിച്ചവരുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. അതായത് വാഷിംഗ് മെഷീനിലൊക്കെ അസുഖം ബാധിച്ചവരുടെ വസ്ത്രങ്ങൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴുകുന്നത് ഒഴിവാക്കുക. ഉണക്കത്തേങ്ങയുടെ ചിരട്ട എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ട് നമ്മൾ ഈ ചിരട്ട ഒന്ന് കത്തിക്കുക. അപ്പോൾ കത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയാം, ചിരട്ട കത്തുമ്പോൾ ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു ചെറിയ ഒരു ഷൂ എന്ന് പറഞ്ഞിട്ട് സൗണ്ടോടു കൂടി ഒരു ഇത് വരും. അതിന് മുന്നേ നമ്മൾ ആ കത്തിയ ചിരട്ട എടുത്തിട്ട് നമ്മളൊരു നല്ല വൃത്തിയുള്ള അരകല്ലിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക. ഇനിയാണ് നമുക്ക് വേണ്ട സാധനം എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു എണ്ണ ഇറങ്ങി വരും. അതായത് ഈ ചിരട്ടയിൽ നിന്നും നല്ല ഒരു ചുമന്ന കളറുള്ള ഒരു എണ്ണ ഇറങ്ങി വരും. ഈ എണ്ണ ആണെങ്കിൽ നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിൽ നമ്മളൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ബെനിഫിറ്റാണ്. ജസ്റ്റ് ഈ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മാത്രം മതി. വളരെയധികം ഒരു ഗുണവത്തായിട്ടുള്ള 100% റിസൾട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമുക്കൊക്കെ ദേഹത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അമ്മയാണെങ്കിൽ ഇത് എനിക്ക് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ മാറുമായിരുന്നു. അപ്പോൾ ഈ എണ്ണ തേക്കുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ടാവും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. പിന്നെ തീയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇത് ചെയ്യുമ്പോൾ വളരെയധികം സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകരുതൽ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചിരട്ടയിൽ എണ്ണയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ വീഡിയോയിലൂടെ. അപ്പോൾ വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ഈ ചിരട്ട എണ്ണ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമാണ്. ഇത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ചെയ്യുന്ന ഒരു വിദ്യയായിരുന്നു ഇത്. അപ്പോൾ ഇത് പുതിയ തലമുറയ്ക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.